നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീലേ. നമസ്തേ. ശ്രീലേ, നമ്മുടെ ഈ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അതിപ്പോൾ കേരള പോലീസാണല്ലോ അന്വേഷിക്കുന്നത്. കേന്ദ്രം അതിൻ്റെ റിപ്പോർട്ടൊക്കെ തേടിയിട്ടുണ്ട്. ഗവർണർ DGPയെ വിളിച്ചിരുന്നു. DGP പിന്നെ പ്രാഥമിക വിവരങ്ങളെല്ലാം ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണോ? അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ആ കാരണം കൂടി ഞാൻ പറയാം. ഈ കേസിൽ ഇപ്പോൾ കുറേ കുട്ടി സഖാക്കന്മാർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് നേരം വെളുത്തത് ഈ നിമിഷം വരെയുള്ള അറിവനുസരിച്ച് ഏതാണ്ട് 21-22 പേര് മൊത്തത്തിൽ അറസ്റ്റിലായി. അതിൽ കുറേ പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പേരെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. യഥാർത്ഥ പ്രതികളാണോ? പക്ഷെ അതാണ് ചോദ്യം. ഇവർ നമുക്ക് വിഷ്വലിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവർ കാറിനെ ആക്രമിക്കുന്നതും കട്ടയെറിയുന്നതും റിയർ വ്യൂ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചവരും ഈ അക്രമം ആസൂത്രണം ചെയ്തവരും അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയവരും ഒക്കെ ഇതിൽ പ്രതികളാകണ്ടേ? പക്ഷെ അവരൊന്നും പ്രതികളായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് VD സതീശൻ സർക്കാരും ഇടതുപക്ഷവും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പാണോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ എന്താണ് ലാഭം? CPMനെ ഇങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് ആഭ്യന്തരമന്ത്രിക്കുള്ള നേട്ടം എന്താണ്? അതുപോലെ കേരള പോലീസ് വാസ്തവത്തിൽ നാണം കെട്ടൊരു സന്ദർഭമാണ്. എന്നിട്ടും ഈ കാര്യത്തിൽ ഈ ഗൂഢാലോചനക്കാരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മുൻ മന്ത്രിമാർ, മുൻ MLA മാർ അടക്കമുള്ളവരുണ്ട്. അവരെ ഒന്നും അവരുടെ ഒരു രോമത്തിന് പോലും കേടുവന്നിട്ടില്ല. ഇത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അന്വേഷണം ശരിയായ ദിശയിലാണ്? അല്ല, തീർച്ചയായിട്ടും അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ, അതായത് ഒരു സംഭവം ഉണ്ടാകുന്നു. ED വീണ വിജയൻ താമസിക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. മുൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ വീട്ടിലേക്ക് ED എത്തിയത് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനല്ല. അല്ല, ആ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ വീണയ്ക്ക് പോലും പിണറായി വിജയൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പിന്നെ റെയ്ഡ് നടക്കുമ്പോൾ പൊതുവെ ആ വീട്ടിലുള്ള ആരെയും അവർ പുറത്തു വിടില്ല. അത് നോർമൽ പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിൽ ED റെയ്ഡ് നടത്തുമ്പോൾ പുറത്ത് ആൾക്കാരെ കൂടുന്ന സമയത്ത് തന്നെ ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് 8.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഈ മണിക്കൂറിനിടെ ഓരോ മണിക്കൂറിനിടയിലും ആൾക്കാർ കൂടുന്നത് കേരളത്തിലെ പോലീസിനും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കും അറിയാത്തതല്ല. അവിടെ പ്രശ്നമുണ്ടാകും എന്ന ധാരണ തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാവണം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇതൊക്കെ അറിഞ്ഞിട്ടും കൂടുതൽ പോലീസ് ഫോഴ്സിനെ ഇറക്കിയില്ല, ബാരിക്കേഡ് കിട്ടിയില്ല, ഇവരെ മാറ്റാനുള്ള നീക്കം നടത്തി. 100 മീറ്റർ അപ്പുറത്താണ് KAP. അതാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. പോലീസ് ഇവർക്ക് ഇപ്പം ED ഉദ്യോഗസ്ഥർ ഇറങ്ങി വരുമ്പോൾ സാധാരണഗതി നമുക്കറിയാലോ, മുഖ്യമന്ത്രി ഇറങ്ങി വരുന്നു എന്നിരിക്കട്ടെ, ഏതെങ്കിലും സ്ഥലത്ത് ഒരു മന്ത്രി ഇറങ്ങി വരുന്നു എന്നിരിക്കട്ടെ, അവിടെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുന്ന സംവിധാനം ഇല്ലേ? പോലീസ് ഇറങ്ങി ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് വണ്ടി കടത്തി വിടുന്ന സംവിധാനം ഇല്ലേ? ഇവിടെ ED ഉദ്യോഗസ്ഥർ അവരുടെ റിസ്കിൽ പുറത്തിറങ്ങി അവർ പുറത്തു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കേന്ദ്ര ഏജൻസിയാണ് എന്നുള്ളത് കൊണ്ട് അവരടി കൊണ്ടോട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്നല്ലല്ലോ. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ക്രമസമാധാന പ്രശ്നം വൃത്തിയായും ഭംഗിയായും കൈകാര്യം ചെയ്യാനാണല്ലോ പോലീസ് സംവിധാനം. സ്റ്റേറ്റ് പോലീസിന്റെ ഉത്തരവാദിത്തമാണത്. അപ്പോൾ അത് ചെയ്യാതെ വളരെ കൃത്യമായി തന്നെ നമുക്ക് അന്നേ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ കേരളത്തിലെ പോലീസിന് അന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ പോലീസിന് എപ്പോഴും, പോലീസിന് മാത്രമല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു ഇടതു സ്വഭാവമുണ്ട്, അതിനിടയിൽ കുറച്ച് വലതു സ്വഭാവം ഉള്ളവരുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഓരോ സർക്കാർ മാറി മാറി വരുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ടവരെയാണ് സാധാരണഗതിയിൽ ഈ പോസ്റ്റിൽ ഡിപ്ലോയ് ചെയ്യാറുള്ളത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോയിട്ടും പുതിയ സർക്കാർ നിലവിൽ വന്ന് ഏതാണ്ട് 1 മാസമാകാൻ പോകുന്നു. ഇനി മറ്റൊന്നും പറയാൻ കഴിയില്ല. 1 മാസമാകാൻ പോകുന്ന ഈ വേളയിൽ പോലും തലസ്ഥാനത്തെ, പ്രത്യേകിച്ച് മറ്റുള്ളവിടത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല, തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സമരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സെക്രട്ടേറിയറ്റ്, തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, രാജ്ഭവൻ, സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ പല 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 പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ഉന്നത ഓഫീസുകളെല്ലാം കേന്ദ്രങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലമാണ്. സമരത്തിന് നിയമസഭയുണ്ട്, സമരങ്ങൾ എന്നും നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ പോലീസുകാരെ റീഅറേഞ്ച് ചെയ്തില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ്, വലിയ പിഴവാണ്. എന്നാൽ റീഅറേഞ്ച് ചെയ്തതോ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, നമുക്കറിയാം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് മന്ത്രിമന്ദിരങ്ങളുള്ളത്, പിന്നെ രാജ്ഭവനുള്ളത്,
അങ്ങനെ പല പബ്ലിക് ഓഫീസുകൾ, ഫോറസ്റ്റ് ഓഫീസുകൾ, അങ്ങനെ ഒരുപാട് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ളത്. ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പോലും രാജകൊട്ടാരമുള്ളത്, അങ്ങനെ നിരവധി കവടിയാർ കൊട്ടാരമുള്ളത്, അങ്ങനെ നിരവധി പ്രശസ്തമായ സ്ഥലങ്ങളുള്ള, പ്രധാനപ്പെട്ട സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആദ്യമായി അവർ പോസ്റ്റ് ചെയ്തത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്ന ലോ ആൻഡ് ഓർഡറിലൊന്നുമില്ല, CPM-കാരനാണ്. CPM അനുഭവമുള്ള സംഘടനയുടെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെയുള്ള ഒരാളെ അവിടേക്ക് നിയമിക്കുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇനി അത് പറയപ്പെടുന്നത് മറ്റുള്ളവരെ ഒന്ന് സല്യൂട്ട് ചെയ്തോട്ടെ, കോൺഗ്രസ് നേതാക്കന്മാരെ സല്യൂട്ട് ചെയ്യാൻ, ഇവിടെ കോൺഗ്രസ് മിനിസ്റ്റർമാരെ സല്യൂട്ട് ചെയ്യാനിട്ടാണെന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞുണ്ടാക്കുന്നത്. എനിക്കറിയില്ല, നറേറ്റീവാണ്, ചിലപ്പോൾ ഒരു പക്ഷേ ക്യാപ്സൂൾ ആയിരിക്കാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഇപ്പോൾ ഉർവശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞ പോലെ അയാളെ അവിടെ പോസ്റ്റ് ചെയ്ത് CPM-കാർക്ക് വലിയ ഗുണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രതികളെ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ അൺയൂഷ്വലായൊരു സംഭവം കണ്ടു. ഞാൻ സൂര്യകൃഷ്ണമൂർത്തിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കടന്നു പോകും, വഴുതക്കാട് ജഗതിയിലേക്ക് പോകുന്ന വഴി, ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തിയുടെ വീടിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റിൽ എൻ്റെ കാർ പോകുന്നു. അതിൻ്റെ സൈഡിൽ ഒരു ഇന്നോവ നിർത്തിയിടുന്നു. ഇന്നോവയിൽ നിന്ന് 4 പ്രതികളെ ഇറക്കുന്നു. ആ പ്രതികളെ നേരെ പോലീസിൻ്റെ ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇവരെ കൈമാറുകയായിരുന്ന പ്രക്രിയയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും എനിക്ക് കണ്ട് മുഖപരിചയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM ഓഫീസിൽ നിന്ന് കൊടുക്കുന്നവരെയാണ് പ്രതിയാക്കുന്നത്, ഓടിച്ചിട്ട് പിടിക്കുന്നതോ അറസ്റ്റ് ചെയ്യുന്നോ അല്ല എന്ന് നമുക്ക് കൺമുമ്പിൽ കാണാനുള്ള സാഹചര്യമാണെന്നുണ്ടായി. മനസ്സിലാക്കുന്നത് ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് ഈ ദൃശ്യങ്ങളിലുള്ളവരുടെ ആ ദൃശ്യങ്ങൾ IP ബിനുവിനെ അറിയാത്തതല്ല, ആറ്റുകാൽ ഉണ്ണിയെ പോലീസിന് അറിയാത്തതല്ല, അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങളും നീക്കങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ IP ബിനുവിനെ സോഷ്യൽ മീഡിയ തിരിച്ചറിഞ്ഞ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതോടെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല എന്ന ഘട്ടത്തിലെത്തി. എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ കഴിയുമോ എന്ന ആലോചനയിലാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വന്നാലേ നമുക്ക് അറിയുള്ളൂ. FIR-ലെ മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വരണം, എങ്കിലേ നമുക്ക് അറിയാം എന്താണ് സംഭവിച്ചത് അറിയില്ല. അപ്പം അവരിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തന്നെ CPM ജാമ്യം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് സംഭവം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അത് മാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്തവരെ AR ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. അന്ന് ഇവരെ സെല്ലിലേക്ക് മാറ്റിയിട്ടില്ല. AR ക്യാമ്പിന്റെ ഹോള് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ആടിപ്പാടാനുള്ള അവസരം പോലെ, ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അകത്തു നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, AR ക്യാമ്പിന്റെ ഹാൾ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. ഈ പറയപ്പെടുന്ന ഈ അറസ്റ്റിലായ ഗുണ്ടകൾക്ക് അവിടെ AR ക്യാമ്പിന്റെ ഹോള് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെയാണ് അതിനുള്ള സൗകര്യമൊരുക്കിയത്. ഞാൻ മനസ്സിലാക്കുന്നത് IP ബിനുവിനെ അടക്കമുള്ളവരെ ഒഴിവാക്കാനുള്ള നീക്കം കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് അവിടെ AR ക്യാമ്പിന്റെ ഹോള് തുറന്നു കൊടുത്തുകൊണ്ട് അവിടെ ഇവർക്ക് ഗ്യാദർ ചെയ്യാനും രസിക്കാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല മുതിർന്ന ആൾക്കാരെയും മാറ്റാനുള്ള ശ്രമം, പ്രധാനപ്പെട്ട ആൾക്കാരെ മാറ്റാനുള്ള ശ്രമം ഒക്കെ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇനി ഇതല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, BJP-യും കോൺഗ്രസും അടക്കമുള്ളവർ പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്. എന്നെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അവരാരും മിണ്ടുന്നില്ല എന്നുള്ളത്. കോൺഗ്രസ് ഭരണത്തിലിരിക്കുകയാണ്, സ്വാഭാവികമായിട്ട് അവർക്ക് പോലീസിന്റെ വീഴ്ച അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. BJP അതിൽ സംസാരിക്കുന്നുണ്ട്. BJP ഒരു അക്ഷരം മിണ്ടുന്നില്ല. രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ BJP-ക്കാർ ഈ കാര്യത്തിൽ തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തുന്നത്. അതെ, എനിക്ക് ഇനിയിപ്പോ അടുത്തത് വരുവേ, അടുത്ത ക്യാപ്സൂൾ വരും. ED-ക്ക് വേണ്ടി എങ്ങാനും പറഞ്ഞു പോയാൽ ഇനി BJP-ക്കാരാണ് ED അതൊന്നും അല്ല കാര്യം. രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ്, എന്താണ് എങ്ങനെയാണ് ഫലപ്രദമായി വിജയിക്കാൻ അറിയാത്തതുകൊണ്ട്. BJP-ക്കാർ തികഞ്ഞ നിസ്സംഗത പുലർത്തുന്നു. അവർ പേരിന് വേണ്ടി എന്തൊക്കെയോ ചിലത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. സംസ്ഥാന നേതൃത്വം പിന്നെ നമുക്കറിയാം, സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞു, K. സുരേന്ദ്രൻ പറഞ്ഞു. പക്ഷെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ശക്തമായ ഔദ്യോഗികമായി വരേണ്ടതുണ്ട്. ആ ഔദ്യോഗികമായി ഒന്നും പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. വികസനം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്താണ്, അതിൽ വികസനവും ഉണ്ട്, ഇത്തരം പ്രശ്നങ്ങളുമുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, അഴിമതിയുണ്ട്, എല്ലാം ഇടപെടണം. അല്ലാതെ ഞങ്ങൾ വികസനത്തെ കുറിച്ച് മാത്രമേ പറയുള്ളൂ, ഞങ്ങൾ രാഷ്ട്രീയത്തെ മറ്റൊരു കുറിച്ചൊന്നും പറയില്ല, അടിയെ കുറിച്ച് പറയില്ല, വഴക്കിനെ കുറിച്ച് പറയില്ല, നാട്ടിലുള്ളവർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് പറയില്ല, പീഡനങ്ങളെ കുറിച്ച് പറയില്ല, ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നതിനെ കുറിച്ച് പറയില്ല. ഇതാണോ രാഷ്ട്രീയം? അഴിമതി പറയില്ല. ഇത് രാഷ്ട്രീയമല്ല. യഥാർത്ഥത്തിൽ വികസനത്തെ കുറിച്ച് മാത്രം പറയുന്നതല്ല രാഷ്ട്രീയം, എല്ലാ കാര്യങ്ങളുടെയും. അതായത് മൊത്തത്തിലുള്ള ഈ വികസനം മാത്രം പറയുന്നത് രാഷ്ട്രീയമല്ല. അല്ല
അല്ല. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന ലേബൽ പിരിച്ചുവിട്ടിട്ട് NGO അങ്ങനെ സംഘടനകൾ ഉണ്ടാക്കണം. പൊതുജനങ്ങൾക്ക് വികസനത്തെ കുറിച്ച് മാത്രം സംസാരിക്കാവുന്ന NGO ഉണ്ടാക്കണമെന്നാണ് എന്റെ പക്ഷം. അതാണ് വേണ്ടത്. നമ്മളിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. BJP പറയേണ്ട കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ആദ്യം മുതൽ തന്നെ ഇതിൽ ഈ കേസിൽ ED ആക്രമിക്കാൻ ഒരു ആസൂത്രണം നടന്നിരിക്കുന്നു. വൻ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് CPM-ന്റെ ഭാഗത്തു നിന്നാണ്, ആ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്. ആ സമയത്ത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൂടിയെന്ന് MV ഗോവിന്ദൻ സമ്മതിച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ അവിടേക്കോ ഘട്ടം ഘട്ടമായി എത്തിച്ചേരുകയായിരുന്നു. അത് ഇവരുടെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇത് ഓരോരുത്തരും SFI ഒരുമിച്ച് സമരമായി വന്നു, DYFI ഒരുമിച്ച് ഒരാളായല്ല വന്നത്. അവരെല്ലാം ഒരുമിച്ച് പ്രതിഷേധ മുദ്രാവാക്യവുമായി വരുന്നു. CPM നേതാക്കൾ വരുന്നു. CPM-ന്റെ ആദ്യം അവിടെ എത്തിയത് പ്രശാന്താണ്. അതിനുശേഷം ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും അടക്കമുള്ളവരെത്തി. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ എത്തി. അങ്ങനെ മുൻ മന്ത്രി ശിവൻകുട്ടി വന്നു. അങ്ങനെ ജോയ് വന്നു CPM. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരും അവിടേക്ക് എത്തിച്ചേർന്ന സാഹചര്യം അവര് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വന്നുപെട്ടത്. ഈ ഫോണൊക്കെ ഇന്നത്തെ കാലത്ത് കേന്ദ്രത്തിലും ഒക്കെ ഇതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ നടത്തിയിരിക്കുന്ന വാട്സാപ്പിലൂടെ അയച്ചിരിക്കുന്ന വോയിസ് മെസ്സേജ് അടക്കമുള്ളത് കാണാൻ പറ്റും, പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോലീസ് തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. അതാണ്. അത് ഏത് കൊലകൊമ്പനായാലും രാജ്യത്തിന്റെ, ഞാൻ പറയുന്ന ഏത് കൊലകൊമ്പനായാലും, ഇനി നാളെ നരേന്ദ്രമോദി അമിത്ഷാ ആണെങ്കിലും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ്. ED ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ CPM-ന്റെ ഇപ്പോഴത്തെ ഈ പറയപ്പെടുന്ന അതിൽ വിഷ്വൽ നോക്കിയാൽ അറിയാത്ത നേതാക്കന്മാരും അറിയാത്ത പ്രവർത്തകരും അല്ല അതിൽ കൂടുതലും ഉള്ളവരൊക്കെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ അവർക്കെതിരെ കൃത്യമായി FIR ഇട്ടുകൊണ്ട് അവരെ പ്രതി ചേർത്തുകൊണ്ട് ഈ കേസിൽ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ ഇതിൽ നീതിപൂർവമായ അന്വേഷണം നടന്നു നമുക്ക് പറയാൻ കഴിയൂ. രാഷ്ട്രീയ നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് കുട്ടി സഖാക്കന്മാരെ ഇതിലേക്ക് മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് മുന്നോട്ട് അന്വേഷിച്ചുകൊണ്ട് പോകാം എന്നാണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പോലീസിനും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും ഒക്കെ ഒരു പക്ഷേ ജീവന് പേടിയുണ്ടാകും തോന്നുന്നു. എന്തും ചെയ്യുന്നവരാണ് CPM-കാർ. ഇന്നോവോ തിരിയുമോ എന്നുള്ള പേടിയാണോ രമേശ് ചെന്നിത്തലയെ ഈ അന്വേഷണത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്, അന്വേഷണത്തിലേക്ക് കൂടുതൽ പോകാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ കേസിൽ ശരിയായും സത്യസന്ധമായ അന്വേഷണം നടന്നു എന്ന് വ്യക്തമാകണമെങ്കിൽ ഇതിന്റെ പിന്നിലെ ആസൂത്രണം ED-യെ മാത്രമല്ല, കൃഷ്ണദാസ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത് സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നാണ്. ഇനിയും ED വന്നാൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, ഇതിനപ്പുറം ചെയ്യും എന്നുള്ളതാണ്. അപ്പോ ഇവരൊക്കെ ചെയ്ത ചരിത്രം പരസ്യമായിട്ട് പ്രസംഗിച്ചല്ലോ, ഇത് അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇത് അക്രമമല്ല, ഇതൊരു അക്രമം എന്ന് പറഞ്ഞാൽ 51 വെട്ടി കൊല്ലുക. അതെ. ആലോചിച്ച് നോക്കൂ, രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന, നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ അതിശക്തമായി എതിർക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് കേന്ദ്ര ഏജൻസികളിലേക്കോ NIA-യിലേക്കോ പോലും പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം ഇവരെ കൊല്ലാനുള്ള വകുപ്പുണ്ട്. തീർച്ചയായിട്ടും അത് എന്റെ അഭിപ്രായത്തിൽ സ്വമേധയാ കേന്ദ്രം ഈ വിഷയത്തിൽ ED-യുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം. NIA പോലൊരു ഏജൻസി അല്ലെങ്കിൽ CBI പോലൊരു ഏജൻസി അന്വേഷിക്കണം. കൃത്യമായിട്ടും ഈ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഗൂഢാലോചനക്കാരെ, ആസൂത്രണം ചെയ്തവരെ, പിന്നെ ഇതിൽ പ്രവർത്തിച്ച ആൾക്കാർ എല്ലാറ്റിനെയും അടപടലം പൊക്കണം. ഇതൊരു നല്ല അവസരമാണ്. അതോടുകൂടി കേരളത്തിലെ അക്രമ സമരം അവസാനിക്കും. ഒരു പരിധി വരെ TP കൊലക്കേസിൽ, TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ അന്ന് അത്രയും ശക്തമായ നടപടികൾ ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞത്, വൻതോതിൽ കുറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ ശരിയായ വിധത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണം. യഥാർത്ഥ പ്രതികളെ പിടികൂടണം. അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് അർഹമായ ഉചിതമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. അതാണ് സത്യത്തിൽ വേണ്ടത്.